എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് രാവിലെ തന്നെ പണി കിട്ടി. ചായ വെക്കുമ്പോൾ പാല് വിരിഞ്ഞു പോയി. പാലിൻ്റെ കുഴപ്പമോ നമ്മുടെ കുഴപ്പമോ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ചായ ഒരു സുഖമില്ലായിരുന്നു. ഇനിയപ്പം അത് ഇന്നലത്തെ പാലായിരുന്നു. അത് പാലുകാരൻ വരുന്നുണ്ട്. അപ്പം മാഷത് മേടിക്കാൻ പോയി. ഒന്ന് മേടിക്കാം. ഇന്ന് രാവിലെ ഞാൻ ഇതാ പൂരി മസാല ഉണ്ടാക്കാൻ വെച്ചു. പൂരിക്ക് കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഉണ്ടാ പൂരിക്ക് കുഴച്ച് വെച്ചു. കുറേ നാളായി പൂരി ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് പൂരി ഉണ്ടാക്കാൻ വെച്ചു. പൂരി കുഴച്ച് വെച്ചു. പൂരി ഇനി ഉരുളക്കിഴങ്ങും ഉള്ളി 2 വലിയുള്ളി എടുത്തു. വലിയുള്ളി ഒരുപാടായാലും മധുരം വിരുങ്ങിപ്പോയി. ഉള്ളി നല്ലതല്ലേ. 2 വലിയുള്ളി എടുത്തു. ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തു. 4 പച്ചമുളക് എടുത്തു. ഇത്തിരി ഇഞ്ചി ചതച്ചിട്ടു. എന്നിട്ട് ഇഞ്ചി ചതച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. ആവശ്യത്തിനുള്ള ഉപ്പൊഴിച്ചു. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത്രയുള്ള അതിൻ്റെ പരിപാടി. ഇനി ഇതാ അടച്ചു വയ്ക്കുന്നു. ഈ പൂരിക്ക് പരത്തുമ്പോഴത്തേക്ക് ഇതായിക്കോളും. അപ്പം രാവിലത്തെ ചായ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അത് കുടിച്ചില്ല. ഇത് ബാക്കി വന്ന ചായയാണ്. 2 പേർക്ക് ഓരോ കപ്പെടുത്തു. 2 പേരും കാണുന്നു. ഒരു ചായ രുചികരമായാൽ തന്നെ അന്നത്തെ ദിവസം നമുക്ക് നല്ലതായിരിക്കും. രാവിലെ നല്ലൊരു ചായ കിട്ടിയാൽ അന്നത്തെ ദിവസം നമുക്ക് നല്ലതായിരിക്കും. ഇന്നെന്താ അടുപ്പ് കത്തിക്കട്ടെ. ഞാൻ ഇന്നൊന്ന് ശ്രമിക്കും എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. 2-3 പ്രാവശ്യം ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. അത് ഇന്നൊന്ന് നോക്കണമെന്നുണ്ട്. അപ്പോൾ ഇത് അടുപ്പത്ത് കിടന്ന് വേകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വെച്ച് പരത്താൻ കിട്ടുമോ എന്തോ അറിയില്ല. ഇന്ന് ഞാൻ പുട്ടും ചെറുപയറും ആക്കാൻ വിചാരിച്ച് പയറൊക്കെ ഇന്നലെ വെള്ളത്തിലിട്ടതാണ് കേട്ടോ. ഇതാ പയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോഴാണ് വിചാരിച്ചത് മിക്കവാറും പുട്ട്. അപ്പം ഇന്ന് നമുക്ക് ഇത്തിരി പൂരി ഉണ്ടാക്കാമെന്ന് തോന്നി. ഇനിയിപ്പം എൻ്റെ ആരോഗ്യം എത്രമാത്രം അതിനെ ആരോഗ്യമൊക്കെ ഉണ്ട് കേട്ടോ. ആരോഗ്യത്തിൽ ഞാൻ പറയുകയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഈ പയറിനെ അപ്പം അങ്ങ് വാരി കരി വാരി അങ്ങ് വയ്ക്കാം അല്ലേ. കാരണം നാളത്തേക്കത് മുളയ്ക്കട്ടെ. മുളയ്ക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറെ കാര്യം ഉണ്ടായിട്ടില്ല. അല്ലേ, ഇത് 2 സ്റ്റീം വന്നാൽ മതി. 2 അല്ല 3. ഏത് പൂരി മസാലയ്ക്ക് എളുപ്പമാ. പക്ഷെ ഒരുപാട് പേരുള്ളിടത്തൊക്കെ പൂരിയൊക്കെ പരത്തി ചുട്ട് വരണേ താമസം. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു മാഷൊരു 4 കഴിക്കും, ചിലപ്പോൾ 5 കഴിക്കും. പൂരി ഞാൻ ചെറുതാണ് ഉണ്ടാക്കുക. ഞാനൊരു 2-3 കഴിക്കും. എല്ലാം കൂടെ 8 ഉണ്ടാക്കാം അല്ലേ. എന്ന് വിചാരിക്കുന്നുണ്ട്. എവിടെ ചെന്ന് എത്തും എന്ന് എനിക്ക് അറിയില്ല. ഇനി ഈ ചീനിച്ചട്ടി വിളിക്കട്ടെ കേട്ടോ. ചീനിച്ചട്ടി വിളിക്കട്ടെ. ഈ പയറിനകത്ത് കെട്ടി വയ്ക്കട്ടെ. വെക്കേണ്ട, ഒന്ന് മുളച്ചോട്ടെ. ഇന്ന് മത്തി വാങ്ങിച്ചിട്ടുണ്ട്. മീനും മത്തിയൊക്കെ നല്ല മത്തി കിട്ടി കേട്ടോ. നല്ല മത്തി കിട്ടി. അധികം വലുതുമല്ല അധികം ചെറുതുമല്ലാത്ത മത്തി. അപ്പം ഈ മാങ്ങായിട്ട് ഇന്ന് ഈ മത്തി വറ്റിക്കണം എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ മത്തി വറ്റിച്ചെടുക്കാൻ ഒരാഗ്രഹമുണ്ട്. 1/2 കിലോ മത്തിയേ ഉള്ളൂ കേട്ടോ. വറക്കാൻ 2-3 പക്ഷേ വേണ്ട വറക്കണ്ട അല്ലേ. അപ്പം ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ.
രജനി ഇതൊന്നും തൊടുകയില്ലല്ലോ. അപ്പം രജനി വരുന്നതിന് മുമ്പ് എനിക്കിതൊക്കെ ചെയ്യണം. ഒരു കാര്യം എന്നാന്ന് കുട്ടികളെ, എനിക്ക് നിന്നുകൊണ്ട് ഒരുപാട് നേരം നിന്ന് ചെയ്യാൻ വയ്യ. നമ്മുടെ ജീവിതകാലം മുഴുവൻ നിൽപ്പല്ലായിരുന്നു. സ്കൂളിലാണേലും നമ്മൾ ത്രൂ ഔട്ട് നിൽക്കുകയല്ലേ, ഇടയ്ക്കൊന്ന് ഇരുന്നാലും ആയി. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ വീട്ടിൽ ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടും 10-25 കൊല്ലമായല്ലോ, നിൽപ്പ് തന്നെയല്ലായിരുന്നു. അതിനിടയ്ക്ക് കിടക്കുന്നൂന്നും ഇരിക്കുന്നൂന്നും പറഞ്ഞ ആശുപത്രി 4 ദിവസം കിടക്കുമ്പോഴാണ് കിടപ്പും ഇരിപ്പൊക്കെ. ഈ മാങ്ങ ഇന്നലെ ഉമ്മസ്തെ വീട്ടിൽ നിന്ന് തന്നതിൻ്റെ 4 മാങ്ങയിൽ 1 മാങ്ങ ഇത് മതി. പോരാങ്കിൽ അന്ന് മോള് വന്നപ്പോൾ കൊണ്ടുവന്ന മൂവാണ്ടൻ മാങ്ങയുടെ ഒരു പകുതി ഇരിപ്പുണ്ട്, അതും കൂടി ചേർക്കാം അല്ലേ. ഇപ്പം ഞാൻ ഇതൊന്ന് പരത്തി കൊണ്ടുവരാം. അപ്പോഴത്തേക്ക് ഇതവിടെ കണ്ട് വേഗട്ടെ. പിന്നെ ഇതങ്ങോട്ട് പിന്നെ ചീച്ചട്ടി വെച്ചു, ചുട്ടു, ഇതിനെ ഉടച്ചു, ഇത്തിരി വെളിച്ചെണ്ണയും വെച്ച് കറിവേപ്പില ഇട്ടാൽ മതി. ഇവിടെ കടുവറക്കൽ പരിപാടി ചടവട പൊട്ടൽ വളരെ കുറവാണ്. ഇവിടെ ചടവടം പൊട്ടൽ ഞാൻ. അപ്പോൾ പരത്തുന്നൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ പരത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. പരത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. പരത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. ചായയുടെ പരിപാടി കഴിഞ്ഞു. രാവിലെ ഒരു കട്ടൻ കാപ്പി കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഒരു ചായ കഴിഞ്ഞു. ഇന്ന് ചായയാണ് കുളമായത്. പിന്നെ ഇനി ഇത് ആവുന്നേ ഉള്ളൂ. ഒരു 3 വിസിൽ വന്നത് നല്ലോണം ഉടഞ്ഞോട്ടല്ലേ. ഇത് കടുവ് വറുത്താൽ നല്ലതാണ്. ചിലപ്പോൾ ഞാൻ കടുവ് വറക്കും. ഈ പൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വെളിച്ചെണ്ണ ബാക്കി വരില്ലേ, അത് ഊറ്റി വെച്ചിട്ട് 2 പിന്നെ ഉഴുന്നും 2 വറ്റൽമുളകും ഒത്തിരി കടുക് അത് കറിവേപ്പില ഇട്ടാൽ ഉഷാറായിരിക്കും. അങ്ങനെയും ചെയ്യും. എളുപ്പമായി ഇതൊക്കെ കേട്ടോ. പാചകം എന്ത് എളുപ്പമാണ്. ഇത് അതിൻ്റെതായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ടീച്ചിങ്ങും കുക്കിങ്ങുമാണ്. ടീച്ചിങ്ങും കുക്കിങ്ങുമാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. അതിൽ രണ്ടിന് ശോഭിക്കുകയും ചെയ്തു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ. പിന്നെ ചില ചില കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ലല്ലോ. ബൈബിളിൽ പറയുന്നില്ലേ, നോ മാൻ ഈസ് പെർഫെക്റ്റ് എന്ന്. ആര് പൂർണ്ണതല്ലേ അല്ലേ. നമ്മൾ മരിക്കുന്നിടം വരെ നമ്മൾ ഓരോരോ പാഠങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ. ഇപ്പോൾ ഇനി ഒരു സ്റ്റീം കൂടെ വന്നോട്ടെ. ഞാൻ ഇതൊക്കെ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മരുമക്കൾക്ക് തട്ടിക്കൂട്ട് സ്റ്റൂ. പിന്നെ ഉരുളക്കിഴങ്ങ്, വലിയുള്ളി, പിന്നെ സവാള, ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. അത് വെന്ത് കഴിയുമ്പം ഉടച്ചിട്ട് ഒന്നുകിൽ ഇത്തിരി കറിവേപ്പില ഇട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച ബസ്. ഇല്ലെങ്കിൽ അത് ഉഴുന്നൊക്കെ ഇട്ടിട്ട് കടുക് വറുത്താൽ കുറച്ചും കൂടി രുചികരം. അപ്പം അത്രയേ ഉള്ളൂ. ഇനി എന്താ ഇവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് മാറ്റുമ്പോൾ കാണാൻ പറ്റും. ഇത് പരത്തിക്കൊണ്ടൊന്ന് ചുടുമ്പോഴത്തേക്കൊക്കെ നേരെ ഒരുപാട് ആവുമെന്ന് അതിൻ്റെ പേടി. ഇനി അപ്പോൾ അതായത് എല്ലാ ജോലിയും നമ്മൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ഇതിലാണ്. ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഇവിടേക്ക് വെച്ച് പരത്തുകയാണെങ്കിൽ, അല്ലെ ഇവിടെ എവിടേക്ക് വെച്ചാലും എനിക്ക് കിട്ടുകയില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യാം? അതുകൊണ്ട് അത് ഓഫാക്കി ഞാൻ കേട്ടോ.
ഇനി ഇതിനെ നമുക്ക് എന്താ ടീച്ചർ പരത്തിട്ട് കേട്ടോ. ഒരു എത്രണ്ണം പരത്തണം? ഒരു കാണിക്കാൻ പറ്റുകയില്ല, കാരണം ഈ താഴോട്ട് എനിക്കിതാക്കാൻ കിട്ടുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴും നിങ്ങളോട് ഞാൻ വയ്ക്കാൻ അറിഞ്ഞുകൂടാന്ന് പറയുമ്പോൾ നിങ്ങളും വിചാരിക്കും ഇത് മന്ദബുദ്ധി തന്നെയാണെന്ന്. ശരിക്കും ഞാനൊരു മന്ദബുദ്ധിയാ. ശരിക്കും ചില ചില കാര്യങ്ങൾ ഞാൻ ഒരു മന്ദബുദ്ധി തന്നെ. എന്തിനു കണ്ണാ മുട്ടി വിളിച്ചു വിട ചോദിക്കാനായിരുന്നു, വിട ചോദിക്കാൻ ആയിരുന്നു. എന്തിനു കണ്ണാ ഇതാ എന്താ ഒന്ന് പരത്തി, ഒന്ന് ഇവിടെ അതിലോട്ട് വെച്ചു. ഇനി അടുത്തയാളെ എടുക്കാം. ഇതാ ഒരു ശകലം മാവും കൂടെ എടുത്തു, അതിനെ ഇങ്ങനെ അങ്ങോട്ട് പരത്താം. അടുത്തയാളിനെ ഗോതമ്പൊടി ഇച്ചിരി ഇവിടെ തന്നെ വയ്ക്കട്ടെ, എന്നാലേ അത് പരത്തണ്ടേ നമുക്ക്. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. മോതിരമൊക്കെ ഊരി വയ്ക്കട്ടെ, അല്ലെ അതെല്ലാം മാവാവും. ഒരു കാര്യം പറയാം, ഈ ചപ്പാത്തിയുടെ മാവിനേക്കാളേ ഒരല്പം കൂടി നമ്മൾ ലൂസാക്കും ആണ് മാവ്, എങ്കിൽ പൂരി നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളോടൊരു കാര്യം, വേറൊരു കാര്യം പറയാം. ഞാൻ ഒത്തിരി നാളുടെ പൂരി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് എത്രമാത്രം സക്സസ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കട്ടെ. പിന്നെ ചപ്പാത്തിയെക്കാട്ടി ഒരല്പം കൂടെ കട്ടിയും വേണമെന്ന് പറയും. ഏത് നമ്മൾ പരത്തുമ്പോൾ ഒരല്പം കൂടി കട്ടിയും വേണമെന്ന് പറയും. ഇതിപ്പോൾ എൻ്റെ പിള്ളേരുണ്ടല്ലോ കണ്ടാൽ, എന്തിനാ അമ്മേ രാവിലെ ഈ സാഹസത്തിനൊക്കെ നിൽക്കുന്നത് എന്ന് ചോദിക്കും. അവരുടെ മുമ്പിൽ ഞാൻ ഭയങ്കര വയസ്സിയാണ്. അത്രയ്ക്കൊന്നും ഇല്ലല്ലേ. ഇനി ഈ മാസം എന്താ ഇത്തിരി കൂടി കൂടുതലായിപ്പോയി. ഇതാ അടുത്തത് 2. ഞാനൊരു 4 ഉണ്ടാക്കി നിങ്ങളെ കാണിക്കും, അത്രേ ഉള്ളൂ. ഒരുപാടൊന്നും ഉണ്ടാക്കി കാണിക്കാൻ നിൽക്കില്ല. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന് ഞാൻ അപഹരിക്കുന്നില്ല. കണ്ണാ തട്ടി വിളിച്ചു വിട ചോദിക്കാൻ ആയിരുന്നു. അടുത്തത് ആയി. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് നിങ്ങളെ ഉണ്ടാക്കിയിട്ടങ്ങ് കാണിച്ചാൽ മതി. ഓ ടീച്ചറല്ലേ പാവം, അതിന് വയസ്സല്ലേ, അത് അത്രയൊക്കെ കാണിച്ചാൽ മതി നിങ്ങൾ വിചാരിക്കുമെന്ന്. പിന്നെ ഇങ്ങനെ നിങ്ങളെ കൊണ്ട് വിചാരിപ്പിച്ചാൽ പോരല്ലേ. 3 ആയി കേട്ടോ. 3. ഇനി 4-മത്തേത്. യെസ്, നമ്പർ 4. ഇതെനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ കൊമളിച്ച് കിട്ടുമോ. പപ്പടം പോലൊക്കെ ആയി കിട്ടിയാൽ മതിയായിരുന്നു. അതൊന്നും തോന്നുന്നില്ല, കാരണം ഒരുപാട് നാളായി ഞാൻ പൂരി ഉണ്ടാക്കിയിട്ട്. സത്യത്തിൽ മറന്നു. എന്നപ്പോൾ ഒരു പരീക്ഷണമായത്, ഒരു ട്രയൽ. സക്സസ് ആയാൽ കുഴപ്പമില്ല, സക്സസ് ആയില്ലേലും നിങ്ങളൊന്നും വിചാരിക്കരുത് വയസ്സായ തള്ളയാട്ട് അല്ലേ പോട്ടെ എന്ന് വിചാരിച്ചേക്കണം. നിങ്ങൾ പലതും പോട്ടെ എന്ന് വിചാരിക്കുന്നില്ല, അതുപോലെ. അപ്പോൾ എന്താ 4. ഇതൊരു 2 കൂടെ പരത്തുമ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൻ്റെ സ്റ്റീം മാറിക്കിട്ടും. അപ്പോൾ ഇത് ചുടുന്ന നേരത്തിന് അല്ലേ, ഇത്
ചൂടുന്നതിന് മുമ്പായിട്ട് അതിന് ആക്കും. കറിവേപ്പില എടുത്തുകൊണ്ട് വന്നില്ല, അതിന് പോകണം. ഇന്ന് കാരണവര് മാഷാണെങ്കിൽ മുരിങ്ങയല്ല, കിണറ്റിലേക്ക് മുരിങ്ങയുടെ ഇല വീഴുന്നെന്നും പറഞ്ഞിട്ട് വെട്ടുന്ന പരിപാടിയിലാണ്. അല്ലെങ്കിൽ പറയാമായിരുന്നു, മാഷേ ഇത്തിരി കറിവേപ്പില എടുത്തുകൊണ്ട് വരുമോ എന്ന് ചോദിക്കായിരുന്നു. അത് പറ്റിയല്ല. അതിനിടയിൽ കൂടെ അത് പറഞ്ഞാലേ ഈ ആണുങ്ങളുടെ കുറ്റം ഒന്ന് കുറച്ച് പറയട്ടെ, എന്നാലേ ശരിയാവുള്ളൂ. ഇവർക്കൊരു കാര്യമുണ്ട്, എന്നാന്നറിയാം, ഇവർ ചെയ്യുന്നതിനൊക്കെ അവർക്ക് നല്ല മാഹാത്മ്യമാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ വളരെ ലഘുവാണ് അല്ലേ? നമ്മൾ വയ്യോളം അടുക്കളയിൽ ചെയ്യുന്നു, നമ്മൾ എന്തെല്ലാം ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു ഒക്കെ. പക്ഷെങ്കിൽ അവരെന്തേലും ചെയ്യുമ്പോഴേ ഇത് ഇത്തിരി കട്ടി കൂടിയതാണ്, നോക്കട്ടെ ഇതെങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അവർ ചെയ്യുന്ന വളരെ വലിയ അവർ ചെയ്യുന്നതിന് അവരുടെ പിന്നാലെ നമ്മളിങ്ങനെ ഓരോന്നിനും നിൽക്കണം. വെട്ടുകത്തി കൊണ്ടുപോവാ, അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ. മുരിങ്ങ വെട്ടാൻ തന്നെ പോയതിൻ്റെ പിന്നാലെ നമ്മൾ നടക്കണം. അതേ സമയത്ത് ഇപ്പം അതിനിടയിൽ കൂടെ അവിടെ തന്നെ നിൽപ്പുണ്ട് കറിവേപ്പ്. ഇത്ര കറിവേപ്പില എടുത്ത് തരാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. അപ്പം അത് കാരണം കൊണ്ട് ഞാനതങ്ങ് ഉപേക്ഷിച്ചു. കറിവേപ്പില ഇട്ടില്ലേലും വേണ്ടിയല്ല എന്ന് എനിക്ക് തോന്നും. അപ്പം അതുകൊണ്ട് സത്യം പറഞ്ഞാൽ പാവം ഇന്നില്ല, പ്രായമായ ആളാണെങ്കിലും കൂടി മാഷ് വെറുതെ ഇരിക്കുകയൊന്നുമില്ല, അടുക്കളയിലോട്ട് പ്രവേശിക്കുകയല്ലോ. ബാക്കി ഈ ഇതൊക്കെ മരമൊക്കെ വെട്ടാനും എടുക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യും. അപ്പോൾ അതിനിടയിൽ കൂടെ നമ്മൾ അത് പറയുന്നത് ശരിയല്ല, അവരും അതൊക്കെ ചെയ്യുകയല്ലേ. എന്നാലും ഇത്തിരിയൊക്കെ ഇടയ്ക്കൊക്കെ ഈ ആണുങ്ങളുടെ കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ അല്ലേ? അങ്ങനെ ഇതാ ഇപ്പം എത്ര എണ്ണം ആയാലും എനിക്ക് തന്നെ അത് ഇഷ്ടമില്ല കേട്ടോ. ഇതാ ഇത്രയും പരത്തി തീരുന്നിടം വരെ നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളെന്നെ കൊല്ലും. എന്നാലും പോട്ടെ, സാരമില്ല, ഞാനല്ലേ, നിങ്ങളുടെ അമ്മയോ മുത്തശ്ശിയോ ഒക്കെ അല്ലേ ഞാൻ. അത് കാരണം കൊണ്ട് ഇനി ഒരു 2 എണ്ണം കൂടെ പരത്തുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കൂ, ഒന്നു ക്ഷമിക്കൂ ഇത്തിരി നേരം. പണ്ടത്തെ പിന്നെ അഹമ്മദിൻ്റെ പേര് മറന്നുപോയി ഞാനങ്ങ്. അയ്യോ ക്ഷമിക്കണം, ഞാൻ ഓദറുടെ പേര് തെറ്റിയോ ഭഗവാനെ? എന്തായാലും ശരി, അത് എന്തോ. അപ്പോൾ അഹമ്മദ് മറന്നു. ആ പാട്ടാണ് ഇപ്പം എല്ലാവരും എടുത്ത് പിടിച്ചിരിക്കുന്നത്. അതെ, മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിലൊരിത്തിരി നേരമിരിക്കണേ. ഇതാ അടുത്തത് മതി. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിലൊരിത്തിരി നേരമിരിക്കണേ. ഒടുവിലായി അകത്തേക്കെടുക്കുന്ന ശ്വാസ ഗന്ധമായിടണേ. മറന്നു ഞാൻ, പണ്ടപ്പോഴോ ഞാൻ വായിച്ചതാണ്. അതാണ് പിന്നെ കവിത സിനിമാ ഗാനമായിട്ട് വന്നത്. ഒരു സ്വരം പോലും എടുക്കാത്ത നിൻ സ്വരം മായിടണേ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിലൊരിത്തിരി നേരമിരിക്കണേ. നല്ലൊരു അർത്ഥമുള്ള ഒരു കവിത അല്ലേ? അത് സിനിമ ഇതായി ചലച്ചിത്രഗാനമായിട്ട് മാറി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റീമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ പോയാൽ അവിടെ പറ്റിക്കട്ടെ. ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് നമ്മുടെ ചീനച്ചട്ടിയെ ഇവിടെയാണോ ഇരിക്കേണ്ടത്? എവിടെയാണ്? ഏതോ ഒരു സിനിമയിലെ ശ്രീനിവാസൻ പറയുന്നില്ലേ, മൈക്ക് എവിടെയാ വയ്ക്കേണ്ടത്?
അപ്പോൾ നമ്മുടെ എന്തുവാ പറയുന്നുണ്ടോ എന്തോ ഞാനെല്ലാം മറന്നപ്പാ ഓർമ്മ തോപ്പിൽ ഒരു സ്വരം ഡേസി ഡേസി ഡേസി. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ എടുക്കട്ടെ. എൻ്റെ ദൈവമേ, ഈയിടയ്ക്ക് വെളിച്ചെണ്ണ പലഹാരമൊക്കെ കൂടി. അത് കാരണം വെളിച്ചെണ്ണയ്ക്ക് നല്ല ഇതാ. ചീനിച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. മതി. എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ കഴിയാനായി. വെളിച്ചെണ്ണ ഇനിയിപ്പം മഴക്കാലമായി. വെളിച്ചെണ്ണ ഒന്നും ആട്ടാൻ പറ്റില്ല. ഉണ്ടായിരുന്നൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതായി കേട്ടോ നമ്മുടെ മസാല. പൂരി മസാലയുടെ മസാല റെഡി. ഇതിന് ഉടച്ചാൽ മതി. അപ്പോഴത്തേക്ക് ആ എണ്ണ മൂക്കട്ട് വെക്കാം. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കാണിച്ചാൽ നല്ല രസമായിരിക്കും. അതിന് ഞാൻ ഇന്ന് അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചു കുട്ടികളെ. പക്ഷെങ്കിൽ ഇത് സക്സസ് ആയെങ്കിലേ ഞാനീ വയ്യാത്ത വയസ്സുകാർക്ക് ഇത് ചെയ്തിട്ട് സൂപ്പർ. ഇതിന് ഉപ്പൂടെ വേണം. ചിക്കൻ മസാല ചിക്കൻ മസാല അല്ലല്ലോ, കഴിഞ്ഞ ദിവസം പൂരി മസാലയ്ക്ക് ഒരു ഉപ്പൂടെ വേണം. അതല്ലേ ഒരു വർഷമുള്ള പുതിയൊക്കെ വെച്ചതാണ്. ഉപ്പയും പനി വേണം. അല്ല കൂട്ടാൻ കേട്ടോ. ഇനി ഇതിന് കടുവ അല്ല മസാല കൂട്ടാൻ മാഷ ഇത്തിരി കറിവേപ്പില എവിടെ എടുത്തു വരണോ? മാഷേ ഇത്തിരി കറിവേപ്പില കൈ ഒഴിവുണ്ടോ? ഉണ്ടെങ്കിൽ മതി. ഓരോന്നായിട്ട് നമുക്ക് അത്ര കാട്ടി വെച്ചിട്ടുണ്ട്. പരത്തി വെച്ചിട്ടുണ്ട്. ഇതോരോന്നായിട്ട് ദൈവമേ ഭഗവാനെ ഇവരൊക്കെ ഇത് ശരിയായി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കൂട്ടാനിൽ ഞാൻ കടുവ് കറക്കും ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണ വെച്ചത് കൂടിപ്പോയി തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഏറെ വെളിച്ചെണ്ണ ഇരിക്കുമ്പോഴേ വാങ്ങിച്ചില്ല. ഇതിങ്ങനെ കടുവ് കറക്കണം. അപ്പോൾ നമുക്ക് പൂരി ഇട്ട് വെച്ചാൽ മാത്രമുള്ള കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ചുട്ടി ഇതിലേക്ക് വയ്ക്കാം അല്ലേ? കുറച്ചേ ഉള്ളല്ലോ. ഇതിലേക്ക് നമുക്ക് ചുട്ട് വയ്ക്കാം. വെളിച്ചെണ്ണ മൂത്ത് കേട്ടോ. നോക്കട്ടെ ഭഗവാനെ ഇതെന്തായി മാറുമോ. ഇടുമ്പത്തിന് ചെയ്ത് ആക്കി വയ്ക്കണം കേട്ടോ. ഇട്ട് നോക്കട്ടെ. ആദ്യത്തെ പരിശ്രമം തന്നെ എന്താവുമോ. ഓ ശരിയാകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ കാണിക്കാനുള്ള മാർഗം ഇതൊക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്ന സംഭവങ്ങൾ. ഈ ടീച്ചർ പിന്നെ ഇങ്ങനെ ചുമ്മാ ഓരോന്ന് എനിക്കിതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ വലിയ കാര്യമാണ്. നിങ്ങളിതൊക്കെ സാധാരണ എന്നും ചെയ്യുന്ന സംഭവങ്ങളാണ്. പക്ഷേ ടീച്ചർക്ക് ഇതൊക്കെ കാണുമ്പോൾ കാരണം എന്നെക്കൊണ്ട് ഇതൊക്കെ ഇപ്പോഴും ആകുന്നില്ലേ? നിങ്ങളത് പറഞ്ഞു. ടീച്ചർ ഇപ്പോഴും ഇതൊക്കെ ചെയ്യുന്നില്ലേ?
ആദ്യത്തേതേ എണ്ണ ഇച്ചിരൂടെ മൂക്കണമായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. ഒന്ന് ഇനി അടുത്തത്. സൂപ്പർ. പൊള്ളിക്കുന്നുണ്ട് കേട്ടോ, പൊള്ളക്കുന്നുണ്ട്. ഞാനിപ്പം സൂക്ഷിക്കണേ എൻ്റെ കുഞ്ഞുമക്കളെ. രാവിലെ നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ ഇനി നമുക്ക് വൈകുന്നേരം വരെ അടുക്കളയിൽ കിടന്ന് ചെയ്യേണ്ടവരാ. അപ്പോൾ നമ്മളെവിടെയും കിടന്ന് ആരുണ്ട് ചെയ്തു തരാൻ? അപ്പം അതുകൊണ്ട് എണ്ണയിൽ കളിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. ബി കെയർഫുൾ. ഇപ്പോൾ കാർന്നൂരി മാഷിനി, നമ്മുടെ വിജയൻ മാഷ് ഇനി കുളിയെല്ലാം കഴിഞ്ഞ് വരണേ 11 മണിയാവും. ഞാൻ അതിനിടെ കൂടെ നോക്കിയില്ല എൻ്റെ ഇൻസുലിൻ്റെ സമയം ആയോന്ന്. നോക്കിയില്ല, അത് നോക്കണം. അതാണ് നമ്മളെ, പക്ഷെ അത് നമ്മളെ അറിയിക്കും, നമ്മുടെ ബോഡി അത് അറിയിക്കും. നോക്കട്ടെ. ആയി വരുന്നു. 8:15. 8:30 ഞാൻ സ്റ്റോപ്പ് ചെയ്യും. 8:45 വരെ സമയം തരും. അതായത് ഈ കൂട്ടാൻ ഞാൻ കടുവ് വറക്കാതെ തന്നെ അങ്ങ് കൂട്ടിയിട്ട് ഇത് ഇൻസുലിൻ എടുത്താൽ ഉടനെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഭക്ഷണം അടുത്ത് വെച്ചുകൊണ്ട് വേണം ഇൻസുലിൻ എടുക്കാൻ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇൻസുലിൻ എടുക്കാൻ വേണ്ടി ഇതേ ഇപ്പം ഈ ചുടുന്ന ഒരു 3 എണ്ണം ഞാൻ കഴിക്കും. പിന്നെ ബാക്കിയുള്ളത് ഓരോന്നായിട്ട് കിടന്ന് വേണം. ഞാനിപ്പോൾ ഇത്ര ചൂടുന്നുള്ളൂ. എന്നാന്നറിയാമോ? ഇനി മാഷ് കുളിക്കാൻ മുകളിലോട്ട് പോകുമ്പോൾ 2-3 ദിവസമായിട്ട് വെള്ളം ചൂടാക്കില്ല, മുകളിലും ഹീറ്ററുണ്ട്. എൻ്റെ കുളിമുറി ഞാൻ ആരെയും കഴിക്കില്ല. ഇവിടുത്തെ ഹീറ്ററും ഞാനും ബാത്റൂമും എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിനി അതിനോട് യോജിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് നമ്മൾ ഇപ്പം എല്ലാത്തിനും നമുക്ക് സെപ്പറേറ്റ് തോർത്ത്, സെപ്പറേറ്റ് പേസ്റ്റ്, പിന്നെ എല്ലാം സെപ്പറേറ്റ് അല്ലേ? അതേസമയം പണ്ട് കഥ പറയുമ്പോഴത്തേക്ക് ചൂടാ അല്ലേ? പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ എല്ലാവർക്കും കൂടെ 10 പേരുണ്ടെങ്കിലും 10 പേർക്കും കൂടി 1-2 തോർത്തേ കാണുള്ളൂ. 10 പേർക്കും കൂടി 1-2 തോർത്തേ കാണുള്ളൂ. അതിലെല്ലാവരും കുളിക്കുന്നതും തോർത്തുന്നതും ഒക്കെ ആർക്കും ഒരു സൂക്കേടും വന്നിട്ടില്ല. എല്ലാവരും ഒരേ തോർത്തോട് തോർത്തുന്നു, ഒരേ സോപ്പ് കൊണ്ട് തേച്ച് കുളിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഒരു കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഇന്ന് എല്ലാം സെപ്പറേറ്റ്. പിന്നെ ബ്രഷിൻ്റെ കാര്യം പറയണ്ട. ബ്രഷ് ഒന്നാകാൻ പറ്റില്ല. പക്ഷെങ്കിൽ അന്നും പേസ്റ്റും ബ്രഷും അല്ലല്ലോ, അന്ന് ഉമിക്കരിയല്ലേ. അപ്പം പിന്നെ അതിന് വിഷയം വരുന്നില്ലല്ലോ. അന്ന് ആ ഉമി കരിച്ച് എടുക്കുന്ന ഉമിക്കരി എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഹെൽത്തിന് നല്ലതായിരുന്നു. ഇന്ന് ഇനി വരെയുള്ള രാസവസ്തുക്കളെല്ലാം കൂടെ കയറ്റിയുള്ള ഈ പേസ്റ്റുകളല്ലേ ഉപയോഗിക്കുന്നത്. ഞാൻ അതെന്തോ പറയാൻ വരുമ്പോൾ ഞാനത് പറഞ്ഞു പോയി. പക്ഷെ ഞാൻ മറന്നു. അതെ, ഞാനങ്ങ് മറന്നുപോയി. സാരമില്ല അല്ലേ? അപ്പം അങ്ങനെ ഒരു മഴക്കാലം കൂടി സമാധാനമാകുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ മാഷക്ക് ചൂടോടെ പൂരി ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പൂരിക്ക് മസാലയ്ക്ക് കടുകൊന്നും മറക്കാതെ തന്നെ ഞാനങ്ങ് കൂട്ടും. കാരണം എനിക്ക് ഇൻസുലിൻ എടുക്കാൻ നേരമായി, അതിക്രമിച്ചു നേരം. ഉണ്ടോ പൂരി ഉണ്ടാക്കുന്ന കണ്ടോ? നിങ്ങൾ രാവിലെ എത്ര പേരുണ്ട് ഇങ്ങനെ നിന്ന് മെനക്കെടുന്നേ പറയൂ? മിക്കവാറും എല്ലാവരും പുട്ട ഇഡ്ഡലി അല്ലേ? ഞാനും അത് തന്നെ. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു
ഒരു വെറൈറ്റി ഇരിക്കട്ടെ. അപ്പം ഇന്ന് നിങ്ങൾ ഞാൻ പൂരി ഉണ്ടാക്കി കഴിപ്പിക്കുക എല്ലാവരെയും കേട്ടോ. ഇതാ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. സൂപ്പർ. ഞാൻ വിചാരിച്ചത് സക്സസ് ആകുമെന്ന്. കഴിഞ്ഞു, ചുട്ട് കഴിഞ്ഞു കേട്ടോ. എല്ലാം ചുട്ടെടുത്തു. അപ്പോൾ ഒരെണ്ണം കൂടെ ഉള്ളു, കഴിഞ്ഞു. ഇനി അപ്പോൾ കഴിഞ്ഞു പോകണ്ട. ഇത് ഒരുപാട് നേരം എടുക്കില്ല, കാരണം ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഞാൻ കഴിപ്പിലേക്ക് പ്രവേശിക്കട്ടെ. പൂരി നല്ല പൂരി, പൂരി നല്ല പൂരി, പൂരി നല്ല പൂരി, അമ്മ ചുട്ട പൂരി, അച്ചമ്മ ചുട്ട പൂരി. പൂരി മസാല അടുപ്പത്തുണ്ട്, അടുപ്പത്തല്ല വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് പൂരിയും മസാലയുമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. 3, 4, 5, 6, 7. അതിൽ എനിക്ക് 2 എടുത്ത് ഇത് മതി, ഒരുപാട് വേണ്ട വെളിച്ചെണ്ണ. ഇത് ബാക്കി അടച്ചു വയ്ക്കട്ടെ. എന്നിട്ട് ഇതിന് ഇത്തിരി മസാലക്കറി എടുത്തിട്ട് ഇത്തിരി മസാലക്കറിയും കൂടെ എടുത്തിട്ട് ടീച്ചറ് കഴിക്കാനുള്ള പുറപ്പാടാണ്. പക്ഷെങ്കിൽ ഉടനെ കഴിക്കാൻ പറ്റില്ലല്ലോ, ഇൻസുലിൻ എടുക്കണ്ടേ. അപ്പോൾ ഇൻസുലിനും എടുത്ത് ഞാനെൻ്റെ ഫുഡും കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു സുദിനം ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ ദിവസം സന്തോഷപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും ഹായ്. എല്ലാവരും എൻ്റെ ചാനലൊക്കെ കാണണം. എനിക്ക് വ്യൂസ് ഒന്നും വരുന്നത് എന്താണോ ഒന്നും അറിയില്ല. വയസ്സായവർക്ക് വ്യൂസ് ഒന്നും വേണ്ടെന്നായിരിക്കും. എൻ്റെ ചാനലൊക്കെ എല്ലാവരും കാണണം. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ